ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അഗ്നിപരീക്ഷ ഓഗസ്റ്റ് 15-ാം തീയതി, അതായത് നാളെ മുതൽ ആരംഭിക്കുകയാണ്. എല്ലാവരും പുതിയൊരു സീസൺ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും അല്ലേ? അപ്പോൾ അതിന് മുന്നോടിയായി വരുന്ന അഗ്നിപരീക്ഷയിലൂടെ തന്നെ അതിന് തുടക്കം കുറിക്കുകയാണ്. നാളെ രാത്രി 10 മണിക്കായിരിക്കും അഗ്നിപരീക്ഷയുടെ ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റിംഗ് ആരംഭിക്കുന്നത്. ആദ്യം 40 മത്സരാർത്ഥികളുമായി തുടങ്ങുന്ന ഷോയിൽ ആദ്യത്തെ 2 എപ്പിസോഡുകൾ 40 പേര് തമ്മിലുള്ള പോരാട്ടമായിരിക്കും. ആ പോരാട്ടത്തിൽ വിജയിക്കുന്ന 20 പേരായിരിക്കും പിന്നീടുള്ള അഗ്നിപരീക്ഷയിൽ മത്സരിക്കുന്നത്. ആദ്യം തന്നെ അഗ്നിപരീക്ഷയുടെ ജഡ്ജസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, അവർ 3 പേരും അവർ മത്സരിച്ച സീസണിൽ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ നല്ല പെർഫോമൻസ് ആയിരുന്നു. രഞ്ജിനിയൊക്കെ ഒരു 62 എപ്പിസോഡിൽ ഔട്ടായി പോയെങ്കിലും നിന്നെ എത്രയും സമയം, കാരണം ആദ്യ സമയങ്ങളിൽ ആ സീസണിന്റെ, കാരണം സീസൺ 1നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സീസണാണ്. ആ സീസണിൽ രഞ്ജിനി എന്ന് പറയുന്ന മത്സരാർത്ഥി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ടോപ്പ് 5-ൽ വന്നവരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രഞ്ജിനി ഹരിദാസ്. പിന്നെ റിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സീസൺ 4-ലെ ഗെയിം ചേഞ്ചറാണ് റിയാസ്. നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയോട് കൂടി പൊയ്ക്കൊണ്ടിരുന്ന മത്സരാർത്ഥികൾക്കെതിരെ ഗെയിം കളിച്ചുകൊണ്ടാണ് റിയാസ് സീസൺ 4-ലേക്ക് കടന്നു വരുന്നത്. പിന്നെ സീസൺ 4-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സീസണിലാണ് ആദ്യമായിട്ട് ലൈവ് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു ആ സീസണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള മത്സരാർത്ഥിയെ പുറത്താക്കാൻ വരെ ഒരു അവസരം ഒരുങ്ങിയത് റിയാസിന്റെ വരവോട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയാസ് നല്ലൊരു ഗെയിമറാണ്, നല്ലൊരു ജഡ്ജുമായി. പിന്നെ സീസൺ 5-ലൂടെ വന്ന അഖിലിനെ സംബന്ധിച്ചിടത്തോളം അഖില് നല്ലൊരു ഗെയിമറാണ്. അതുപോലെ തന്നെ മൈൻഡ് ഗെയിമും ഫിസിക്കൽ ടാസ്കുകളും ഒരുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളാണ്. ഒപ്പം നിന്നിട്ടുള്ളവരെയും അതുപോലെ തന്നെ എതിരാളികളായിട്ട് നിന്നവരെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഗെയിം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. എതിരാളികളായിട്ട് നിന്നിട്ടുള്ളവരെ അയാളുടെ ബാക്ക് ചാവരി കൊണ്ട് കീഴ്പ്പെടുത്താനായിട്ട് അയാൾക്ക് സാധിച്ചിട്ടുണ്ട്. സംസാരിച്ച് വീഴ്ത്താനായിട്ടുള്ള ഒരുപാട് കഴിവ് ഉള്ള ഒരാളാണ് അഖിൽ മാരാര്. അപ്പോൾ ജഡ്ജിങ് പാനലിൽ അയാൾ ഉള്ളപ്പോൾ മത്സരാർത്ഥികൾക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ്. മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. കാരണം ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മൈൻഡ് ഗെയിം ഇവർക്കെതിരെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ജഡ്ജസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, കാരണം ഇവരെ തിരഞ്ഞെടുക്കുന്ന മത്സരാർത്ഥികൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ, കാരണം പ്രേക്ഷകർ ഇവരെയും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ ഒരു ഷോയിലേക്ക് ഇവരെ തിരഞ്ഞെടുക്കുന്നവര് നല്ലൊരു ഗെയിമേഴ്സ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രേക്ഷകർ ഇവരെയും ചോദ്യം ചെയ്യപ്പെടും. ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത് ഈ 3 ജഡ്ജസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾക്ക് നല്ല വെല്ലുവിളി തന്നെയായിരിക്കും ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. കാരണം പണ്ട് മത്സരിച്ച സീസണിൽ തന്നെ കൂടെ മത്സരിച്ചവർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ നല്ല ഗെയിം കാഴ്ചവെച്ചിട്ടുള്ള ജഡ്ജസ് ആണ്. അപ്പോൾ ഇവരിലാണ് ഈ അഗ്നിപരീക്ഷയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ബിഗ് ബോസ് സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രേക്ഷകർ ചോദ്യം ചെയ്യപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ്, എന്തിനാണ് നിങ്ങൾ ഇവരെ സെലക്ട് ചെയ്തതെന്ന് ചോദ്യം ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ, കാരണം അവർ സീസണിൽ മത്സരിച്ചതിനേക്കാൾ കൂടുതലൊരു മത്സരം ഈ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഇവർ നടത്താനായിട്ട് ചാൻസ് ഉണ്ട്. മുൻകാല സീസണുകളിൽ കോമണേഴ്സ് ആയിട്ട് വന്ന മത്സരാർത്ഥികൾക്കൊന്നും ഇത്രയും കടമ്പകൾ കടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8-ന്റെ ഗതി തന്നെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥികളാണ് അഗ്നിപരീക്ഷയിലൂടെ ഷോയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ജഡ്ജസിന് വ്യക്തവും കൃത്യവുമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ, നല്ല മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അഗ്നിപരീക്ഷയുടെയും ബിഗ് ബോസിന്റെയും കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.